നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ നാളുകളായി പ്രവാസികളുടെ വിദേശയാത്രയ്ക്കായി ഏറെ കടമ്പകളാണ് കടക്കാനുള്ളത്. ഇത്തരത്തിൽ കടമ്പകൾ കടന്നാലും പ്രവാസികൾക്ക് വിമാനത്താവളത്തിൽ നേരിടേണ്ടി വരുന്നത് മറ്റൊന്നാണ്. അതായത് വിദേശയാത്രയ്ക്ക് സ്വകാര്യ ലാബിൽ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ യുവതിയും മക്കളും 2 തവണ കോവിഡ് RT-PCR പരിശോധന നടത്തിയതിൽ 2ഉം നെഗറ്റീവ്. ഇതിന് പിന്നാലെ ആശ്വാസത്തോടെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി രാത്രി യാത്ര തിരിക്കാൻ മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ നടത്തിയ റാപ്പിഡ് PCR പരിശോധനയിൽ പോസിറ്റീവ്. അങ്ങനെ യാത്ര മുടങ്ങി ദുരിതത്തിലായ കുടുംബം പുറത്തെത്തി വീണ്ടും റാപ്പിഡ് PCR പരിശോധന നടത്തിയപ്പോൾ നെഗറ്റീവ്. കോവിഡ് പരിശോധനാ ഫലങ്ങളിലെ വ്യത്യാസം മൂലം ദുരിതത്തിലായ കുടുംബത്തെ യാത്രയും മുടങ്ങി യാത്രാ പണവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ അർദ്ധരാത്രി വിമാനത്താവളത്തിൽ നിന്നും പുറത്താക്കി. കോഴിക്കോട് അരീക്കോട് സ്വദേശിയായ വീട്ടമ്മ റുക്സാനയും 3 കുട്ടികളുമാണ് ദുബായിലേക്കുള്ള യാത്ര മുടങ്ങി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അർദ്ധരാത്രിയോടെ മടങ്ങേണ്ടി വന്നത്. ദുബായിൽ IT കമ്പനിയിൽ ജീവനക്കാരനായ ഭർത്താവിനടുത്തേക്ക് പോകാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. യാത്ര ബിസിനസ് ക്ലാസ്സിലായതിനാൽ 1.5 ലക്ഷത്തോളം രൂപ ടിക്കറ്റിനായി ഓൺലൈൻ നൽകി. ഫെബ്രുവരി 2 രാത്രി 11 മണിക്ക് കരിപ്പൂരിൽ നിന്നായിരുന്നു വിമാനം. ദുബായിലേക്ക് പുറപ്പെടും മുമ്പ് റാപ്പിഡ് PCR പരിശോധനാ ഫലം നിർബന്ധമായതിനാൽ കോവിഡ് ഇല്ലെന്നുറപ്പാക്കാൻ അരയിടത്തുപാലത്തെ സ്വകാര്യ ലാബിൽ നിന്നും യുവതിയും കുട്ടികളും ജനുവരി 31 വൈകിട്ട് 7:30 ഫെബ്രുവരി 1 രാത്രി 8:45 RT-PCR പരിശോധന നടത്തി. 2ലും നെഗറ്റീവ് എന്ന് ഫലം ലഭിച്ചു. യാത്ര പുറപ്പെടേണ്ട ഫെബ്രുവരി 2 കരിപ്പൂർ വിമാനത്താവളത്തിൽ രാത്രി 7:11 ഇതേ സ്ഥാപനത്തിന്റെ ലാബിൽ റാപ്പിഡ് PCR ടെസ്റ്റ് നടത്തി. യാത്ര പുറപ്പെടാൻ മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ ലഭിച്ച ഫലം പോസിറ്റീവ്. മണിക്കൂറുകൾക്കിടയിൽ 2 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിലെ വൈരുദ്ധ്യം ചോദിച്ചപ്പോൾ ലാബ് അധികൃതർ കൈമലർത്തി. തുടർന്ന് വിമാന കമ്പനി പ്രതിനിധികളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ ഫോൺ എടുത്തില്ലെന്നും യുവതി പറഞ്ഞു. ഒടുവിൽ വിമാനം പുറപ്പെട്ടതോടെ യുവതിയെയും കുട്ടികളെയും വിമാനത്താവളത്തിൽ നിന്നും പുറത്താക്കി. അർദ്ധരാത്രിയോടെയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഇവർ വീട്ടിലേക്ക് മടങ്ങിയത്. രാവിലെ വീണ്ടും വിമാന കമ്പനി അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് സ്വകാര്യ ലാബിലെ പരിശോധനയിൽ സംശയം തോന്നി കോഴിക്കോട് നഗരത്തിലെ ലാബിൽ ഇവർ വീണ്ടും റാപ്പിഡ് PCR ടെസ്റ്റ് നടത്തി. വൈകിട്ട് ഫലം വന്നപ്പോൾ കോവിഡ് നെഗറ്റീവ്. സ്വകാര്യ ലാബുകളിലെ മണിക്കൂറുകൾ മാത്രം വ്യത്യാസത്തിൽ നടത്തുന്ന പരിശോധനകളിൽ കോവിഡ് വൈറസ് റിപ്പോർട്ട് മാറി വരുന്ന സാഹചര്യം അന്വേഷിക്കണമെന്നും വിദേശയാത്രയ്ക്ക് പോകുന്ന യുവതികളുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസിനും കരിപ്പൂർ എയർപോർട്ട് ഡയറക്ടർക്കും പരാതി നൽകിയതായി റുക്സാന വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.